ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. അതും ടെക്കോർ വീഡിയോ അല്ല കേട്ടോ, ഒരു ട്രാവൽ വീഡിയോ. എല്ലാവരും കാണണം, ടൈം വേസ്റ്റ് ആകൂല. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എയർപോർട്ടും വേൾഡ്സ് ബിഗ്ഗസ്റ്റ് അക്വേറിയവും പിന്നെ സൂപ്പർ എക്സൈറ്റഡ് സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ട്രെയിനും. ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും അല്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് വീഡിയോ. ഇതിൻ്റെ ബാക്കി ഞാൻ ഇടണമെന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ദൂരെയായി കാണുന്നത് ഇവിടെ ചിത്തയിലെ എക്കണോമിക് സിറ്റിയിലെ ഹർമൻ റെയിൽവേ സ്റ്റേഷനാണ്. പ്രൗഢ ഗാംഭീര്യത്തിൽ ഒട്ടും തന്നെ പുറകിലല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. എന്നെ ഏറ്റവും ആകർഷിച്ചതും ഇതിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ മോഡ് പിടിപ്പിക്കലാണ്. അത് വിട്, മെയിൻ കാര്യത്തിലേക്ക് വരട്ടെ. ശരിക്കും ഉണ്ടല്ലോ, പടിഞ്ഞാറൻ സൗദിയിലെ മക്ക ആൻഡ് മദീന പ്രൊവിൻസുകളിലെ പാസഞ്ചർ റെയിൽവേ സർവീസിന് വേണ്ടിയാണ് ഈ ഒരു റെയിൽ പദ്ധതി ആരംഭിച്ചത്. 449.2 കിലോമീറ്റർ നീളമുള്ള മെയിൻ ലൈൻ ഇസ്ലാമിക പുണ്യനഗരങ്ങളായ മക്കയെയും മദീനയെയും ജിദ്ദയിലൂടെയും കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റിയിലൂടെയും നേരിട്ട് ബന്ധിപ്പിക്കുന്നു. കുറേ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ചരിത്രം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഉറക്കം വരുന്നവരാണല്ലോ കൂടുതൽ പേര്. ഞാൻ ചരിത്രം പറഞ്ഞു തുടങ്ങുമെന്ന് 6th സെൻസിലൂടെ മനസ്സിലാക്കിയ യേസുദ ഉറക്കം തുടങ്ങിക്കഴിഞ്ഞു. ചുമ്മാ പറഞ്ഞതാ. ശരിക്കും ഞങ്ങളുടെ ലക്ഷ്യം ദമാമാണ്. ഞങ്ങൾ ദമാമിലോട്ട് പോകാനാണ് ഇവിടേക്ക് വന്നത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോകും, കിങ് അബ്ദുള്ള അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് എക്കണോമിക് സിറ്റി കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിന് നെക്സ്റ്റ് സ്റ്റോപ്പുള്ളത് എയർപോർട്ടാണ്. ഇവിടുത്തെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. 10:50 ട്രെയിൻ വരേണ്ടത്. ട്രെയിൻ ഓൺ ടൈമിൽ തന്നെ വന്നു. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വന്നു. ട്രെയിനിനൊരു ഇൻട്രോ സോങ്ങൊക്കെ കൊടുക്കാമല്ലേ. എൻ്റെ ഒരു വൺ ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഇത്രയും സ്പീഡുള്ള ഒരു ബുള്ളറ്റ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യണമെന്ന്. അതെന്തായാലും ഇന്ന് സാധിച്ചു. ഇതാണ് ട്രെയിനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ 3 പേരും ട്രെയിനിൽ കയറി. നേരത്തെ ഉള്ള ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ കിട്ടിയ സീറ്റിൽ പോയി സ്ഥാനം ഉറപ്പിച്ചു. കാഴ്ചകൾ കാണാൻ ആരംഭിച്ചു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്ത സ്റ്റോപ്പ് കിങ് അബ്ദുള്ള അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് ഇത്രയും സ്പീഡുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാമോ, 300 km/h. കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ച് ക്ലിയർ അല്ലെന്ന് തോന്നുന്നല്ലേ, കുറച്ച് ദൂരെയായിരുന്നു സ്ക്രീൻ. സൂം ചെയ്തിട്ട് സെറ്റായില്ല. സാരില്ല. എന്തായാലും ബൈ റോഡ് 1 hour എടുക്കേണ്ട സ്ഥാനത്ത് 20 minutes കൊണ്ട് ആശ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ഇപ്പോൾ നമ്മൾ വന്നിറങ്ങാൻ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. നമ്മൾ എയർപോർട്ട് സ്റ്റേഷനിൽ വന്നിറങ്ങി. നമ്മൾ എയർപോർട്ടിലോട്ടുള്ള എൻട്രൻസിനെ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇവിടെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നിങ്ങൾ വാ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഇത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നോ, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എയർപോർട്ട് അക്വേറിയം. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര കണ്ടാലും ആദ്യം മനസ്സിൽ വരുന്നത് വാവ്, ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയം. ഇസുവിനെ കൊണ്ട് ഇവിടെ വന്നാൽ പിന്നെ ഫ്ലൈറ്റ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്.
വോയിസ് ഓവർ കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. ബട്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ ആധുനിക സംവിധാനങ്ങൾ ഒരുപാട് കയ്യിലില്ലാത്തത് കൊണ്ട് സ്പോട്ട് ഡബ്ബിങ് സാധിച്ചില്ല. അതൊക്കെ ക്ഷമിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ മക്കളെ. നമ്മുടെ ലക്ഷ്യസ്ഥാനം ഇതല്ലല്ലോ. ദമാമിലോട്ടാണ് നമുക്ക് വിമാനം പിടിക്കേണ്ടത്. ചെക്കിനും ബാക്കി എല്ലാ കലാപരിപാടികളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വിമാനത്തിലേക്ക് കയറി. ഫ്ലൈനേഴ്സ് A320 CEO ടൈപ്പ് വിമാനത്തിലാണ് നമ്മൾ ദമാമിലേക്ക് പറക്കുന്നത്. ഇനി ബാക്കി ദമാമിലെത്തിയിട്ട് ഓക്കേ. അങ്ങനെ 2 മണിക്കൂർ ചെറിയ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വേൾഡ്സ് ബിഗ്ഗസ്റ്റ് എയർപോർട്ട്, അതാണിത്. കിങ് ഫഹദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതിനെ ദമാം ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും വിളിക്കും. സൗദി അറേബ്യ ശരിക്കും പഴയതുപോലെയല്ല. ടൂറിസ്റ്റുകളെ ഇവർ കൈയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ എവിടെ ചെന്നാലും അവരുടെ കാപ്പിയും കാരക്കായും തന്ന് നമ്മളെ സ്വീകരിക്കും. ഇത്തരത്തിലൊക്കെ മാറിയ ഒരു സൗദി അറേബ്യയിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും ഞങ്ങൾക്ക് പോകേണ്ടത് കാർ എടുക്കാനാണ്. ഞങ്ങൾ ഇവിടുന്ന് കാർ എടുത്തു, റൂമിലേക്ക് തിരിച്ചു. ഇനി എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയാം. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ റേസ് നടക്കുന്നുണ്ട്. സ്പോർട്സിൽ അക്കര കണ്ണിനായ എൻ്റെ സേട്ടൻ എന്തോ ആയിരിക്കുന്നേ, ഇതിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ചേർക്കാം. എൻ്റെ ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഡബ്ബിങ്ങും എഡിറ്റിങ്ങും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പം നിങ്ങൾ പറയണം അടുത്ത വീഡിയോ ഞാൻ ഇടണോ വേണ്ടായോ എന്നൊക്കെ. ഫുൾ വീഡിയോ കണ്ടവരെങ്കിലും എനിക്ക് കമൻറ്റ് തരണം പ്ലീസ്. ഇടണമെന്നാണെങ്കിൽ കമൻറ്റ് ഇടുക. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബൈ.